ഇന്നത്തെ സുവിശേഷം ലൂക്ക 18-ാം അധ്യായം 9 മുതൽ 14 വരെ. തകർക്കപ്പെട്ട ഹൃദയത്തിലെ പ്രാർത്ഥന. ഈ സുവിശേഷ ഭാഗത്ത് യേശു പ്രാർത്ഥനയെക്കുറിച്ച് വളരെ ആഴമേറിയൊരു പാഠം നമുക്ക് നൽകുന്നുണ്ട്. പ്രാർത്ഥിക്കാൻ ദേവാലയത്തിൽ പോയ 2 പേര് നാം ഇവിടെ കാണുന്നു. ഒരാൾ ആദരിക്കപ്പെടുന്ന ഫരിസേയൻ, മറ്റൊരാൾ വെറുക്കപ്പെടുന്ന ചുങ്കക്കാരൻ. എന്നാൽ യേശുവിൻ്റെ വിലയിരുത്തൽ ലോകത്തിൻ്റെ കാഴ്ചപ്പാടുകളെ കീഴ്മേൽ മറിക്കുന്നതായിരുന്നു. ഫരിസേയൻ ദേവാലയത്തിൽ മുൻപിൽ നിന്ന് പ്രാർത്ഥിച്ചു. അവൻ്റെ പ്രാർത്ഥന സത്യത്തിൽ ഒരു പ്രാർത്ഥനയായിരുന്നില്ല, മറിച്ചൊരു ആത്മപ്രശംസയായിരുന്നു. അവൻ ദൈവത്തോട് നന്ദി പറയുന്നത് അവൻ എത്ര നല്ലവനാണ് എന്ന് ഓർമ്മിപ്പിക്കാനാണ്. മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാനും, പ്രത്യേകിച്ച് ചുങ്കക്കാരനെ സ്വന്തം നീതിയെ പുകഴ്ത്താനും അവൻ ആ സമയം ഉപയോഗിച്ചു. അവൻ്റെ ഹൃദയത്തിൽ ദൈവത്തിനല്ല, അവന് തന്നെയാണ് ഒന്നാം സ്ഥാനം. നമ്മുടെ ഭക്തിയും പ്രാർത്ഥനയും മറ്റുള്ളവർക്ക് മുൻപിൽ കാണിക്കാനോ നമ്മൾ അവരെക്കാൾ മെച്ചപ്പെട്ടവരാണെന്ന് സ്വയം വിശ്വസിക്കാനോ ഉള്ളതാകരുത്. അഹങ്കാരം നിറഞ്ഞ പ്രാർത്ഥന ദൈവത്തിലേക്ക് എത്തുന്നില്ല. ചുങ്കക്കാരൻ ദൂരെ മാറി നിന്നു. തല ഉയർത്താൻ പോലും അവന് ധൈര്യമുണ്ടായിരുന്നില്ല. സ്വന്തം പാപങ്ങളെക്കുറിച്ചുള്ള ബോധം അവനെ തളർത്തിയിരുന്നു. അവൻ നെഞ്ചത്തടിച്ച് പ്രാർത്ഥിച്ചു, ദൈവമേ, പാപിയായ എന്നോട് കരുണ തോന്നണമേ. അവൻ തൻ്റെ പദവിയോ നല്ല പ്രവൃത്തികളോ ഒന്നും ദൈവത്തിന് മുമ്പിൽ നിരത്തിയില്ല. അവനൊന്നു മാത്രമേ അറിയാമായിരുന്നുള്ളൂ, അവൻ പാപിയാണ്. അവന് ദൈവത്തിൻ്റെ കരുണ ആവശ്യമാണ്. ദൈവം ആഗ്രഹിക്കുന്നത് തകർക്കപ്പെട്ടതും പശ്ചാത്തപിക്കുന്നതുമായ ഹൃദയമാണ്. നമ്മുടെ ബലഹീനതകൾ അംഗീകരിച്ച് പൂർണ്ണമായി ദൈവകരുണയിൽ ആശ്രയിക്കുന്ന പ്രാർത്ഥനയാണ് അവിടുത്തെ സ്പർശിക്കുന്നത്. പ്രാർത്ഥന എന്നത് ദൈവവുമായുള്ള ഹൃദയബന്ധമാണ്. അവിടെ കപടതയ്ക്കോ അഹങ്കാരത്തിനോ സ്ഥാനമില്ല. നാം പ്രാർത്ഥിക്കുമ്പോൾ നാം സത്യത്തിൽ ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കുന്നത് എങ്ങനെയാണ്? ഫരിസേയനെപ്പോലെ നമ്മുടെ നീതിയെക്കുറിച്ച് അഹങ്കരിച്ചും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയുമാണോ? അതോ ചുങ്കക്കാരനെപ്പോലെ നമ്മുടെ കുറവുകൾ അംഗീകരിച്ച് അവിടുത്തെ കരുണയ്ക്കായി യാചിച്ചാണോ? ദൈവം ആ ചുങ്കക്കാരനെ നീതിമാനായി പ്രഖ്യാപിച്ചു. കാരണം അവൻ തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. നമ്മുടെ പ്രാർത്ഥനകൾ ഒരു ചുങ്കക്കാരൻ്റെതുപോലെ ആത്മാർത്ഥവും ഒരു ഫരിസേയൻ്റെതുപോലെ അഹങ്കാരമില്ലാത്തതും ആയിരിക്കട്ടെ. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ചുങ്കക്കാരനെപ്പോലെ എൻ്റെ പാപങ്ങൾ ഏറ്റുപറയാനുള്ള വിനയവും അങ്ങയുടെ കരുണയിലുള്ള പൂർണ്ണ വിശ്വാസവും എനിക്ക് നൽകണമേ. ഫരിസേയനെപ്പോലെ അഹങ്കാരത്താൽ എൻ്റെ ഹൃദയം കഠിനമാകാതിരിക്കാൻ എന്നെ കാത്തുകൊള്ളണമേ. ആമേൻ.